പ്രതികരണം കൂടെ വരുന്നുണ്ട്. കേരളം കൂടോത്രത്തിന്റെയും നരബലിയുടെയും നാടായെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് സുരേന്ദ്രന്റെ പ്രതികരണം. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക്. എന്തായാലും കൂടോത്രവും അതുപോലുള്ള നരബലിയും ഒക്കെ നടക്കുന്ന ഒരു നാടായിട്ട് കേരളത്തെ മാറ്റിയവരാണ് UDF-കാരും LDF-കാരും. ഇന്ത്യയിൽ എവിടെയെങ്കിലും നരബലി നടക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലൊക്കെ കൂടോത്രം ചെയ്യുന്ന പതിവ് ഇപ്പോൾ കേരളത്തിൽ എങ്ങനെ വന്നു എന്നുള്ളത് അവരാണ് പരിശോധിക്കുന്നത്. അതാണ് സുരേന്ദ്രൻ പറഞ്ഞത്. കെ സുരേന്ദ്രന്റെ വാക്കുകളാണ് കേട്ടത്. ഇക്കാര്യത്തിൽ BJP പറയുന്നത് ഇത് കോൺഗ്രസിനകത്ത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇപ്പോഴും ചിന്തിക്കുന്നവർ എങ്ങനെ ഉണ്ടായി എന്നത് അവർ തന്നെ വിശദീകരിക്കേണ്ടത് എന്ന് സുരേന്ദ്രൻ പറയുന്നു. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഇത് BJP നേതാവ് PK കൃഷ്ണദാസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ PK കൃഷ്ണദാസ്, ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട KPCC അധ്യക്ഷന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ കൂടോത്രം കണ്ടെത്തുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ കൂടോത്രം വെച്ച് ഒരു രാഷ്ട്രീയ നേതാവിനെ കുടുക്കാൻ സംഭവിച്ചാൽ അത് സാധ്യമാകുമോ എന്ന ചോദ്യമുണ്ട്. മറ്റൊന്ന്, ഈ കാലത്തും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ? വിശ്വാസം ആരുടെയും സ്വാതന്ത്ര്യമാണ്. എന്നിരുന്നാൽ കൂടിയും ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ നൽകുന്ന സന്ദേശം എന്താ എന്ന ചോദ്യം കൂടിയുണ്ട്. അല്ല, ഇത് ഈ വാർത്ത ശരിയാണെങ്കിൽ കോൺഗ്രസിന്റെ അധപ്പതനത്തിന്റെ ആഴമാണ് വ്യക്തമാകുന്നത്. അതായത് ആഭിചാരക്രിയയിലൂടെ ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ തകർക്കുക, പ്രസ്ഥാനത്തെ തകർക്കുക, ഇതിലേക്ക് കോൺഗ്രസ് ചെന്നെത്തുന്നു എന്നുള്ളത് നമ്മുടെ വലിയ മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസിന് സംഭവിച്ച അപജയത്തിന്റെ, അധപ്പതനത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ഇതൊരു നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് KPCC പ്രസിഡന്റിന്റെ വീട്ടിലെ അഭിചാരക്രിയ, KPCC ഓഫീസിലെ അഭിചാരക്രിയ, അത് വ്യക്തമാകുന്ന കോൺഗ്രസിന്റെ അധപ്പതനവും കോൺഗ്രസിനകത്തുള്ള അന്തഛിദ്രവും ഗ്രൂപ്പ് വൈരവുമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ നമ്മുടെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ശിവകുമാർ പറഞ്ഞത് അദ്ദേഹത്തിനെ അപായപ്പെടുത്താൻ, അപകടപ്പെടുത്താൻ, ആ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ആഭിചാരക്രിയ നടത്തി എന്നുള്ളതാണ്. പല യജ്ഞങ്ങളും നടത്തി എന്നൊക്കെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര കുഴപ്പമാണ് ഈ ആഭിചാരക്രിയയും മറ്റും വ്യക്തമാക്കുന്നത് എന്നാണ്. അപ്പം കോൺഗ്രസ് എത്രമാത്രം അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടൊരു പ്രസ്ഥാനമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് എല്ലാ തെളിവുണ്ട്. അപ്പം കർണാടകത്തിലെ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടി കോൺഗ്രസിനകത്തുള്ള മറ്റൊരു ഗ്രൂപ്പ് കണ്ണൂർ ജില്ലയിൽ ആഭിചാരക്രിയ നടത്തി, കൂടോത്രം നടത്തി എന്നാണ് പറയുന്നത്. അതിന് പ്രത്യേകമായ ചില പൂജയ്ക്കുള്ള പേരുകളും അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. ഇതേപോലെ തന്നെ കോൺഗ്രസ് KPCC പ്രസിഡന്റിന് താഴെ കിടക്കാല കോൺഗ്രസ് ഈ അദ്ദേഹത്തെ അപായപ്പെടുത്താനോ അദ്ദേഹത്തിന്റെ പരാജയം ഉറപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര കുഴപ്പമാണ്. ഇത്തരത്തിൽ ആഭിചാരക്രിയയും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം സംശയമില്ല. ഇത് രാഹുൽ ഗാന്ധിയൊക്കെ ഇക്കാര്യത്തിന് മറുപടി പറയേണ്ടതാണ്. ഒരു കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന് അപമാനകരമാണ് ഈ കോൺഗ്രസ്. ഇന്നത്തെ ഈ 21ാം നൂറ്റാണ്ടില് ഈ ആഭിചാരക്രിയയും കൂടോത്രവും ഇതൊക്കെ ചെയ്തുകൊണ്ട് പാർട്ടിക്കകത്ത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടുക എന്നുള്ളത് ഇത് വളരെ അപലനീയമാണ്, പ്രതിഷേധകമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്, ആധുനിക സമൂഹത്തിന് അപമാനകരമാണ് ഈ കോൺഗ്രസിലെ ഇത്തരം പ്രവർത്തനങ്ങൾ. PK കൃഷ്ണദാസ്, ഈ കെ സുധാകരന്റെ ശത്രുക്കൾ അത് പാർട്ടിയിൽ മാത്രമായിരിക്കില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കൾ നിരവധിയുണ്ട്. അത് BJP-യിലുമുണ്ട്, CPM-ലുമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇവരുമായി പോരടിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ കൂടോത്രം വച്ചിട്ടുണ്ടെങ്കിൽ ആ വെച്ചിട്ടുള്ളവർ അത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് നമുക്ക് അങ്ങ് ഉറപ്പിക്കാമോ? അതെ, ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ DK ശിവകുമാർ, കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അവരെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതും ഈ കണ്ണൂരിലുള്ള കോൺഗ്രസ് അധ്യക്ഷന്റെ വീട്ടിൽ കണ്ടെടുത്തിട്ടുള്ള ഈ കൂടോത്ര സാമഗ്രികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കോൺഗ്രസിനകത്ത് അല്ല. ആരാണ്? ബാക്കി BJPക്ക് കോൺഗ്രസുമായി വിയോജിപ്പുണ്ട്. ഞാൻ അത് കണ്ണൂർ ജില്ലയിലോ കേരളത്തിലോ മാത്രമല്ല ഇന്ത്യയിലുടനീളമുണ്ട്.
ഞങ്ങളാരും കൂടോത്രത്തിന്റെ പിന്നാലെയല്ല പോകുന്നത്. ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിലാണ് കോൺഗ്രസിനെതിരെ പോരാട്ടം നടത്തുന്നത്. അതല്ലാതെ കൂടോത്രത്തിലൂടെയല്ല. ഈ കൂടോത്രവും ആഭിചാരക്രിയൊക്കെ കോൺഗ്രസിനകത്തിലെ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അല്ലാതെ അതിന് BJP ഒന്നും പിന്നെ ചേർത്ത് പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല.